ഹലോ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുഞ്ഞുമാവുണ്ട് കൂടെ. കുഞ്ഞാവെല്ലാം കുറേ പുല്ലാരിപ്പിക്കോട്ടെ, ഭയങ്കര ഇഷ്ടമാണ്. ഹായ് പറഞ്ഞു, ഹായ് 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 പറ. ഇവിടെ ഇതാക്കി. അപ്പോൾ സമയം ഏകദേശം 2 മണി ആവാറായി, 1:54 അപ്പോൾ ഊണിലുള്ള സമയമായി. ഊണിലുള്ള കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന പറമ്പ് ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. സമയം കിട്ടുമെന്നറിയില്ല. കുഞ്ഞ് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യണം. കാടൊക്കെ ഒന്ന് പറിച്ച് കളയണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ അഖിൽ ജോലിക്ക് പോയി. മോള് അവളൊരു ക്ലാസ്സിന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോയേക്കാണ്. അവൾ 4 മണി ആകുമ്പോഴേ വരുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾ വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഊണിൻ്റെ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചാളക്കറിയാണ് കേട്ടോ ഒന്ന്. പിന്നെന്താ, പീലിമോള് അച്ഛൻ്റെ അഖിലിൻ്റെ വീട്ടിൽ പോയി. അവിടെ കൊണ്ടാക്കിയിട്ടാണ് കേട്ടോ മോള് പോകാറ്. അപ്പോൾ അവൾ ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നുണ്ട്. അത് പകുതിക്ക് വെച്ച് നിർത്തിയേക്കുമായിരുന്നു. ഇപ്പോൾ വീണ്ടും പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ക്ലാസ്സിൽ. അപ്പോൾ പീലിമോളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് പോകാറ്. ഞാൻ ലീവ് ആയതുകൊണ്ടാണ് കേട്ടോ. ലീവ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് പോയി തുടങ്ങിയത്. അങ്ങനെ തുണി അലക്കി വിരിച്ചിട്ടുണ്ട് കേട്ടോ. അലക്കൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് കാണിക്കാട്ടോ. പിന്നെ ഊണ് കഴിക്കാൻ പോവുകയാണ്. ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ കുഞ്ഞ് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ, അല്ലെങ്കിൽ മോള് വന്നതിന് ശേഷം പറമ്പ് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ചാള വെട്ടി മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് രാവിലെ എടുത്ത് ഫ്രൈ ചെയ്തു. രാവിലെ മോള് ചോറാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അവൾ അതിൽ നിന്ന് കുറച്ച് കൊണ്ടുപോകാനെടുത്തു, പിന്നെ കഴിക്കാനെടുത്തിട്ടോ. ബാക്കിയുള്ളത് ഉച്ചത്തേക്ക് എനിക്ക് മോനും വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചാളയിൽ പകുതിയെ വറുത്തുള്ളൂ കേട്ടോ. പകുതി ഞാൻ കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇഞ്ചിയും ചതച്ചെടുത്തു. അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് വേപ്പിലയും പച്ചമുളക് അരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വേപ്പില ഇട്ടു. പിന്നെ ഒരു സവാള അരിഞ്ഞും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. കാരണം ചാളയിൽ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ. ഉപ്പും മുളക് പൊടിയും എല്ലാം പുരട്ടി വെച്ചേക്കാണ്. പിന്നെ സവാള ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തക്കാളിയും കൂടി വഴന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചാള ഇട്ട് കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുടംപുളി, ഒരു 2 കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളച്ച് കഴിയുമ്പോഴാണ് കേട്ടോ ചാള ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപ്പ്, മുളക് എരിവ് എല്ലാം നോക്കിയിട്ട് വേണം ഇതിലേക്ക് ബാക്കിയുള്ള പൊടികൾ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാനായിട്ട്. കാരണം ഞാൻ ഇന്നലെ പുരട്ടി വെച്ചപ്പോഴേക്കും ഇതെല്ലാം വറക്കാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു കേട്ടോ മസാല പുരട്ടി വെച്ചത്. പക്ഷെ ഇന്ന് കറിക്ക് വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ലാത്തതുകൊണ്ട്, പിന്നെ ചാള കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് കറിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്, ഉപ്പിട്ടു. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും തിളച്ച് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ അതേ കറി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ എൻ്റെ മോനും വന്നിട്ടുണ്ട്. അതിനെന്തെങ്കിലും അപാകത ഉണ്ടെങ്കിലും അവനാണ് സഹിക്കേണ്ടത്. ഇത് ഞങ്ങൾക്ക് ഉച്ചത്തേക്ക് മാത്രം കേട്ടോ, രാത്രിത്തേക്ക് വേറെ അഖിൽ വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ അതേ ചാളക്കറിയും ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറിയും ഫ്രൈയും കൂട്ടി മോന് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് വിളമ്പാനായിട്ട് കുഞ്ഞിനെ വാക്കറി കൊണ്ടുവന്ന് ഇരുത്തിയിട്ടോ. എന്നിട്ട് മോനെ അടുത്തിരുത്തിയിട്ട് ഞാൻ അവന് ചോറ് വിളമ്പി കൊടുത്തു. കുറച്ച് നേരമൊക്കെ കുഞ്ഞ് അവൻ്റെ അടുത്ത് ഇരിക്കും കേട്ടോ. പിന്നെ കരച്ചിൽ തുടങ്ങും. മോന് ചോറ് വിളമ്പി കൊടുത്തതിന് ശേഷം കുഞ്ഞിനെ കിടത്തി ഉറക്കാൻ പോവുകയാണ് കേട്ടോ. മോൻ ചാള വറുത്തതും ചാളക്കറിയും കൂട്ടി കഴിക്കും കേട്ടോ. അത്ര ടേസ്റ്റ് ഇല്ലയെന്ന് അവൻ പറഞ്ഞു കറി. കാരണം കുരുമുളക് പൊടി ചേർക്കുന്നത് ഇവിടെ കറിയിൽ ചേർക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പുരട്ടി വെച്ച് തന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. എന്നാലും കുഴപ്പമില്ല, അവൻ കഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ കുഞ്ഞിനെ കിടത്തി ഉറക്കിയിട്ടും കുറച്ച് തുണി വിരിച്ചിട്ടുണ്ട്, അതൊന്ന് മടക്കി വെക്കുവാണ് കേട്ടോ. അപ്പോൾ അകത്ത് കൊണ്ടുവന്ന് അഴയിൽ എടുക്കുമ്പോൾ തന്നെ മടക്കി വെക്കണം എളുപ്പത്തിന് വേണ്ടി. ഞാനിങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. 2 ദിവസമായിട്ട് ഇപ്പോൾ വെയിലുള്ളത് കാരണം തുണി പുറത്ത് വെയിലത്തിട്ടാണ് ഉണക്കാറ്. അല്ലെങ്കിൽ അകത്ത് തന്നെ ഇട്ട് ഉണക്കും, ഫാനിൻ്റെ അടിയിലിട്ട് ഉണക്കാറ്. ഞാനിങ്ങനെ വെയിൽ കൊള്ളിച്ച് തുണി ഉണക്കിയിട്ട് കുറേ വർഷമായിട്ടോ. കാരണം ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിലും അവിടെ ഇങ്ങനെ തുണി വിരിക്കാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. വാടക വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെയും സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ പുറത്ത് വിരിക്കാനായിട്ട്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ വെയിലുണ്ടെങ്കിൽ പുറത്തിട്ട് ഉണക്കും. ഞാൻ ജോലിക്ക് പോവാത്തപ്പോൾ ലീവുള്ളപ്പോഴും. പിന്നെ ഇതേ ഒരു വാഴ മറിഞ്ഞ് കിടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വെട്ടി അതിൻ്റെ ഇലയൊക്കെ മാറ്റിയിടാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ലൊരു കൂമ്പ് ഇല ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. അടയുണ്ടാക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്, അരച്ചിട്ട് അടയുണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ കൂമ്പില മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഇലയൊക്കെ എടുത്ത് വെട്ടി മാറ്റുവാണ്. പിന്നെ ഈ കുറേ ഇതുണ്ടോ പുല്ല് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പുല്ലൊക്കെ എടുത്ത് പറിച്ച് കളഞ്ഞിട്ടും എന്തെങ്കിലും നടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഈ മരങ്ങളുള്ളതുകൊണ്ട് ചോലയുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നട്ടാൽ ശരിക്കും നന്നായിട്ട് പിടിക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ചോലയില്ലാത്ത സ്ഥലം നോക്കി നടണം. അപ്പോൾ ഇത് പുല്ല് പറിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് ഇങ്ങനെ കാട് പോലെ ഇങ്ങനെ എന്തോ ഒരു വള്ളി പടർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് പറിച്ച് കളയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ചൊറിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നൊരു പേടിയുണ്ട് കേട്ടോ. പേടിച്ചാണ് കേട്ടോ ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോഴേക്കും ഗ്യാസുകാരൻ വന്നു. ഗ്യാസ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്യാസുകാരൻ വന്നു. അപ്പോൾ ഞാനത് വാങ്ങാൻ പോവാണ്. അപ്പോൾ ഗ്യാസുകാരൻ വന്നപ്പോഴേക്കും കുഞ്ഞെണീറ്റു കേട്ടോ. ഇന്നിനി പറമ്പ് നന്നാക്കുന്ന പണി നടക്കില്ല. പിന്നെ ബാക്കി പണി നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇന്നിപ്പോൾ ചെയ്താലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി ബാക്കി നാളെ ചെയ്യാം. ബൈ പറ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.